ഡോക്ടറെ, ഞാൻ പ്രഗ്നൻസി പോസിറ്റീവാണ്. യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാണ്. എന്നാലും എനിക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്. അതാണ് ഏർലി പ്രഗ്നൻസി സ്പോട്ടിങ്. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ 1 or 2 ഡ്രോപ്സ്. ശരിക്കുള്ള ബ്ലീഡിംഗ് ഇല്ല, മെൻസസ് പോലെ വരുന്നില്ല. ഇത് നോർമലാണോ? ഇങ്ങനെ ഉണ്ടാകാമോ? പ്രീ പ്രഗ്നൻസി സ്പോട്ടിംഗ് എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് അതിന് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് മെൻസസ് ആകുമ്പോഴേക്കും ഈ എംബ്രിയോ വന്ന് യൂട്രസിന്റെ ഉൾഭിത്തിക്കകത്തിട്ട് ഇങ്ങനെ ഇംപ്ലാന്റ് ചെയ്യും, ഇങ്ങനെ ടച്ച് ചെയ്യും. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ചെറിയ ബ്ലീഡിങ്ങിനാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് സ്പോട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് സാധാരണ 1 or 2 or 3 ഡേയ്സേ കാണുള്ളൂ. അത് അല്പാൽപ്പായിട്ടാണ് അത് വരുന്നത്. 1 or 2 ഡ്രോപ്സ്, ചിലപ്പം 5-6 അത്രേ ഉള്ളൂ. അല്ല, മെൻസസ് പോലെ അത് വരുന്നില്ല. അപ്പോൾ ഇത് അത്ര പേടിക്കേണ്ട ഒരു കാര്യമല്ല, ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്. പിന്നെ വേറെ കോസസ് എന്ന് പറഞ്ഞാൽ ഏർലി പ്രഗ്നൻസിയിൽ ചെറിയൊരു ബ്ലീഡിങ്, ഇപ്പോൾ ഒരു എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ വരാം. ഗർഭപാത്രത്തിന്റെ ഗളം എന്ന് പറയും, സെർവിക്സിൽ എന്തെങ്കിലും പോളിപ്പ ദശ ഉണ്ടെങ്കിൽ വരാം. ഇങ്ങനെയുള്ള കേസിലും ചെറിയ ചെറിയ ബ്ലീഡിങ് ഉണ്ടാകാം. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളത് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഹെവി ബ്ലീഡിങ് ഉണ്ടാകുക, നല്ല കട്ടകട്ടയായിട്ട് ബ്ലീഡിങ്. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണ്, HCG പോസിറ്റീവ് ആണ്, പ്രഗ്നന്റ് ആണ്. പക്ഷേ ഹെവി ബ്ലീഡിങ് ഉണ്ടാകുക, അതിനോടനുബന്ധിച്ച് തന്നെ പെയിൻ ഉണ്ടാകുക, അല്ല തലകറക്കം ഉണ്ടാകുക, ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ ചിലപ്പോൾ അത് അബോർഷൻ ആകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, മിസ്കാരേജ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കേസ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ, ഏത് കേസ് വന്നാലും എന്ത് കണ്ടീഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കണം. അപ്പം വേറൊന്ന് ഇതുള്ളതാണ് ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എക്ടോപിക് പ്രഗ്നൻസി. അതിൽ യൂട്രസിലെ എക്ടോപിക് പ്രഗ്നൻസി ട്യൂബൽ ഗർഭമാണത് വന്നാലും യൂട്രസിന്റെ അകത്ത് ആ കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ്റെ ഒരു റെസിഡ്യൂവൽ ചേഞ്ചസ് ഉണ്ട്. അതിന് മെത്താന്ന് അതിന് പറയുന്നത്. അപ്പോൾ ആ കൊച്ചവിടെ വരാത്തപ്പോൾ അതിന് മെൻസസ് കാണുക, 1-2 മാസം മെൻസസ് ഇല്ലാണ്ടിരുന്നിട്ട് അമിനൂറിയ വന്നിട്ട് ബ്ലീഡിങ് തുടങ്ങുന്നത്. അതൊരു എക്ടോപിക് പ്രഗ്നൻസിക്ക് ഒരു ചാൻസ് ഉള്ള ഒരു കണ്ടീഷനാണ്. അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ബ്ലീഡിങ് കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 3 മാസമാണ് ഇത് സാധാരണ കാണുന്നത്. എനിക്ക് 2-3 കേസ് എക്സ്പീരിയൻസ് ഉണ്ട്. അവർ പറയും എല്ലാ മാസവും മെൻസസ് പോലെ വന്നു, പക്ഷേ ആദ്യമായിട്ട് എൻ്റെ ഇത് വരുമ്പോൾ 3 മാസത്തെ പ്രഗ്നൻസി ഉണ്ട്. ചില യൂട്രസിൽ ബൈക്കോർണേറ്റ് യൂട്രസ് എന്ന് പറയും, 2 അറ ഉണ്ടായിരിക്കും. ഇങ്ങനെ 2 അറയുള്ള കേസിൽ ഒരറയിലായിരിക്കും കൊച്ചിരിക്കുന്നത്, മറ്റേ അറയിൽ നോർമൽ മെൻസസ് പോലെ എല്ലാ മാസവും കുറേശ്ശെ ബ്ലീഡിങ് ഉണ്ടാകും. അങ്ങനത്തെ കേസുകളും ഉണ്ട്, യൂട്രസിന്റെ അനോമലി കൊണ്ടുണ്ടാകുന്ന കേസുകളും ഉണ്ട്. അങ്ങനെയൊന്നും കണ്ടാൽ അത് നമ്മൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കരുത്. നമ്മളത് സ്കാൻ ചെയ്ത് അതിന്റെ കോസ് കണ്ടുപിടിച്ച്, ചിലർക്ക് ഹോർമോണൽ വ്യത്യാസം കൊണ്ട് വരാം, ഫേസ് ഡെഫിഷ്യൻസി എന്ന് പറയും. അപ്പം പ്രൊജസ്ട്രോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരാം. അപ്പം നമ്മൾ ആ കേസിൽ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് എവിടെയാണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് അല്ല, പേടിക്കാനില്ലെങ്കിലും നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് പ്രൊജസ്ട്രോണിന്റെ കുറവാണ്, പ്രൊജസ്ട്രോൺ എടുക്കേണ്ടി വരും. റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കണമെന്ന് പറയും. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യും. ഇങ്ങനെ അതിന്റെ കോസ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഏർലി പ്രഗ്നൻസിയിൽ ആദ്യത്തെ 3 മാസമാണ് ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ വരുന്നത്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ്, ചെറിയൊരു ബ്ലീഡിംഗ് ഉണ്ട്, ഒരിക്കലും പാനിക് ആകേണ്ട ആവശ്യമില്ല. ഇത് നോർമൽ പ്രഗ്നൻസി ആയിട്ട് തന്നെ പോകും. താങ്ക് യു.